രാഹുൽ, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനായി ജനങ്ങളും അതുപോലെ തന്നെ എല്ലാ മുന്നണികളും കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് LDFന്റെ സ്ഥാനാർത്ഥി നിർണയം അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇനിയും വൈകും എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഇലക്ഷന്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്തതിന് ശേഷം മതി ഈ പറഞ്ഞ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നാണ് LDFന്റെ തീരുമാനം. എന്തുകൊണ്ടായിരിക്കും ഈ പറഞ്ഞ ഒരു കാലതാമസം ഇവർ ഇതിന് വരുത്തുന്നത്? അതായത് ഇലക്ഷന്റെ ഡേറ്റ് വീണ്ടും താമസിച്ചേക്കാം എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് LDF കൃത്യമായിട്ട് അവരുടെ സ്ഥാനാർത്ഥികളെ ഇപ്പോഴേ പ്രഖ്യാപിക്കണം എന്നൊരു നിലപാടിലേക്ക് എത്തിയത്. നമുക്കറിയാം, ഇലക്ഷൻ ആകുന്നതിന് മുമ്പിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അടുത്ത സ്ഥാനാർത്ഥികൾ ഇടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കോൺഗ്രസിനാണെങ്കിൽ പോലും ഒരു സ്ഥാനാർത്ഥി ഇപ്പോൾ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്ത് അവിടെ അവർക്ക് എതിരായിട്ട് നിർത്താൻ പറ്റിയ ആരെങ്കിലും കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. അല്ലെങ്കിൽ അവിടെ സ്ഥാനാർത്ഥിയാകാൻ നേരത്തെ കച്ചകെട്ടിയിരുന്ന ഒരുപാട് പേരുണ്ടാകാം. അവരെ തങ്ങളുടെ ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ള ചിന്തയിലാണ് എല്ലാ പാർട്ടികളും. ഇപ്പോൾ കോൺഗ്രസിൽ മാത്രമല്ല, ഇപ്പോൾ CPM ആണെങ്കിൽ പോലും CPMന്റെ പല നേതാക്കന്മാരും ഇലക്ഷന് മുമ്പിട്ട് അടുത്ത പാർട്ടിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം, G. സുധാകരൻ എന്ന് പറയുന്ന CPMന്റെ അധികാരനായിട്ടുള്ള നേതാവ്, അദ്ദേഹം ചിലപ്പോൾ പാർട്ടി വിട്ടു പോയേക്കാം എന്നുള്ള വിഷയങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളോട് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇപ്പോഴും കൃത്യമായിട്ട് അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കൃത്യമായിട്ട് അദ്ദേഹം അത് കുറിക്കുന്നുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ LDFന്റെ എല്ലാ നേതാക്കന്മാരിലും ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട്. ഇപ്പൊ നമുക്കറിയാം, കുറച്ച് നാളുകൾക്ക് മുമ്പിട്ടാണ് ഐഷ പോറ്റി എന്ന് പറയുന്ന LDFന്റെ കരുത്തുറ്റൊരു നേതാവ് പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ പാർട്ടി വിട്ട് അടുത്ത പാർട്ടിയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് പല നേതാക്കന്മാർ. അത് BJPയിലാണെങ്കിലും കോൺഗ്രസിലാണെങ്കിലും CPMലാണെങ്കിലും ഇലക്ഷൻ അടുത്തിരിക്കുന്നത് കൊണ്ട് പലരും പല വാഗ്ദാനങ്ങളും കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി മറിയുന്ന ഒരു സമയമാണ്. അപ്പോൾ എന്താണെങ്കിലും ഇലക്ഷന്റെ ഡേറ്റ് ഇനിയും വൈകിയേക്കാം എന്നുള്ള സൂചന വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഇപ്പോ ഉള്ള സ്ഥാനാർത്ഥികളായിരിക്കത്തില്ല ചിലപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ സ്ഥാനാർത്ഥികളായിട്ട് വരാൻ പോകുന്നത്. അതെ, അപ്പോൾ ഈ മൂന്ന് മുന്നണികളും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ LDFന്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ സ്ഥാനാർത്ഥികളായി നിർത്താനുള്ള ആൾക്കാരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ട്. ഇപ്പോൾ UDFന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു സീറ്റിൽ തന്നെ മത്സരിക്കാൻ യോഗ്യരായ 2-3 ആൾക്കാരുണ്ട്. ഇതിൽ ആരായിരിക്കും മത്സരിക്കുക എന്ന ചോദ്യവും അതിനുള്ള പരിശോധനയും 2-3 സർവേകളും ഒക്കെ നടത്തുന്ന ഒരു കൃത്യമായ ഒരു ടീമിന്റെ ബലത്തിൽ ഇത് നടത്തുന്നുണ്ട്. പക്ഷെ LDFന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു സീറ്റിൽ തന്നെ മത്സരിക്കാൻ ആളില്ലാത്ത സാഹചര്യമുണ്ട്, പല പ്രശ്നങ്ങളുമുണ്ട്. ഇപ്പോ എല്ലാവരും പറയുന്നത് പോലെ CPM എന്ന പാർട്ടിയുടെ മൂല്യങ്ങളിൽ ഒരു വലിയ മൂല്യച്യുതി ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കുറച്ചു മുൻപാണ് പാലക്കാടുള്ള ഒരു മുൻ CPM പ്രവർത്തകനായ ഒരാളുടെ ബൈറ്റ് നമ്മൾ കേൾക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഇതല്ല CPM എന്ന പാർട്ടി. ഇപ്പോ ഐഷ പോറ്റി ആണെങ്കിൽ പോലും കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി UDFിലേക്ക് വന്നതിന് ശേഷം പറയുന്നുണ്ട്, CPM എന്ന പാർട്ടിയുടെ മൂല്യങ്ങളിൽ വലിയ തകർച്ച ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള കൊഴിഞ്ഞുപോക്കുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് പാർട്ടി പോലും. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഇത് പ്രതീക്ഷിക്കുന്നുണ്ട്, പ്രവചിക്കുന്നുണ്ടെങ്കിൽ പോലും പാർട്ടിയിൽ ഉള്ളവർ പോലും ഇത് പ്രവചിക്കുന്നുണ്ട്. ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതിനു ശേഷം ഒരു പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഏരിയ ഘടകത്തിൽ നിന്ന് ആൾക്കാർ വിട്ടു നിൽക്കുകയാണെങ്കിൽ അത് വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാവുക. തീർച്ചയായിട്ടും നമുക്കറിയാം, വിമത സ്ഥാനാർത്ഥികൾ CPMനെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും കൂടുതലും കുഴപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് വിമത സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, പയ്യന്നൂർ കുഞ്ഞികൃഷ്ണൻ ചേട്ടൻ ഒരു ബുക്ക് പ്രകാശനം ചെയ്തപ്പോൾ അവിടേക്ക് വന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, അവരെല്ലാം വിമതരാണ്. വിമതർ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ആട്ടിപ്പായ്ക്കപ്പെട്ടവർ, ചോദ്യം ചെയ്തതിന്റെ പേരിൽ പുറത്താക്കിയവർ. ഒരു പാർട്ടിയെ ആ പാർട്ടി ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിൽ അവരെ പുറത്താക്കിയാണ്, അല്ലെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തുകയാണ്. അങ്ങനെ ചെയ്തിട്ടുള്ള കുറേ മനുഷ്യരുണ്ട്. അവരെല്ലാവരും കൂടെ ഒന്നിച്ചു ഓരോ പാർട്ടികൾ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പാലക്കാട് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാലക്കാട് ഒരു പുതിയ പാർട്ടി രൂപീകരിക്കാൻ പോവുകയാണ് CPM. അതായത് CPMന് മൂല്യച്യുതി അവിടെ ഉണ്ടായിട്ടുണ്ട്. CPMന്റെ നേതാക്കന്മാർ ഒരു കോർപ്പറേറ്റ് പോലെയാണ് അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു കോർപ്പറേറ്റ് മോഡൽ തന്നെയാണ് CPM പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പോൾ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, മോന്തായം വളഞ്ഞു കഴിഞ്ഞാൽ 64 വളയും എന്ന് പറഞ്ഞൊരു ചൊല്ലുണ്ട്. അതേപോലെയാണ് ഇപ്പോൾ മേലിലിരിക്കുന്നവർ എങ്ങനെയാണ് പെരുമാറുന്നത്, അതേപോലെ തന്നെയാണ് താഴത്തെയുള്ള ആളുകളും അതായത് കീഴ്ഘടകങ്ങളും ചെയ്യുന്നത്. കീഴ്ഘടകങ്ങളാണ് ഏറ്റവും കൂടുതലും വിമത സ്ഥാനാർത്ഥികളുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, സുധാകരനെ പോലുള്ള ആളുകളൊക്കെ വളരെ വർഷക്കാലമായിട്ട് ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ആളുകളാണ്. ഇപ്പോൾ എത്രയോ ആളുകളെ വെട്ടിക്കളച്ചിട്ടുണ്ട്. EP-യുടെ പേരൊന്നും ഇപ്പോൾ കേൾക്കാൻ പോലും ഇല്ല. അതെ, അങ്ങനെ ഒരുപാട് ആളുകൾ, ജയരാജന്റെ പേര് കേൾക്കാനില്ല. പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിരുന്ന ഒരുപാട് പേരുടെ പേരുകളൊന്നും ഇങ്ങും കേൾക്കാനില്ല. ഇപ്പോൾ നമുക്കറിയാം, KK ശൈലജയുടെ കാര്യം തന്നെ. KK ശൈലജ എങ്ങനെയാണ് മട്ടന്നൂരിൽ നിന്നും പേരാവൂരിലേക്ക് മാറ്റുന്നു. ആ മാറ്റുന്ന സാഹചര്യത്തിൽ തന്നെ
അവർക്ക് കൃത്യമായിട്ട് അമർഷമുണ്ട് എന്ന് മാധ്യമങ്ങളോട് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. കഴിഞ്ഞ മീറ്റിംഗിൽ അവർ വൈകാരികമായാണ് പ്രതികരിച്ചിട്ടുള്ളത്. എന്നെ മാത്രം എന്തുകൊണ്ട് മത്സരിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ള ചോദ്യവുമായി. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഒന്നാം പിണറായി സർക്കാരിൽ നിന്ന് രണ്ടാം പിണറായി സർക്കാരിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് കെ ശൈലജ ടീച്ചറായിരുന്നു. അവരുടെ ഏറ്റവും വലിയ മാർക്കറ്റിംഗ് മുഖം എന്ന് പറയുന്നവരായിരുന്നു. അവരെ വലിയ രീതിയിൽ അവഗണിക്കുന്ന ഒരു രീതി കണ്ടു. ഇപ്പൊ എനിക്കൊന്നും മാർക്കറ്റ് എന്ന് പറയുമ്പോ ചരിത്ര ഭൂരിപക്ഷത്തിലാണ് കെ ശൈലജ നിയമസഭയിലേക്ക് പോയത്. എന്നിട്ട് മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയില്ലേ. ഇപ്പോൾ മുതിർന്ന ഒന്ന് ഷൈൻ ചെയ്യുന്നു എന്ന് ഉറപ്പുള്ള നേതാക്കളെ എല്ലാം മാറ്റി നിർത്തുന്നുണ്ട്. ഇപ്പോൾ ഇ.പി. ജയരാജന്റെ കാര്യമായിക്കോട്ടെ, ഈ പറഞ്ഞ ജി സുധാകരൻ സാറിന്റെ കാര്യമായിക്കോട്ടെ, ഇവരുടെ എല്ലാം കാര്യം പറയുകയാണെങ്കിൽ ഒരു CPM-കാരന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത നേതാക്കളാണ് ഇവരെല്ലാം എന്ന് പറയുന്നത്. വലിയ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് ആശയം ഉയർത്തിപ്പിടിച്ച ആൾക്കാരെ എല്ലാം മാറ്റി നിർത്തുന്ന വലിയൊരു പ്രവണതയുണ്ട്. ഇപ്പോൾ നേരത്തെ രാഹുൽ പറഞ്ഞ കൊട്ടാരക്കരയിലെ ഐഷപ്പറ്റിയുടെ കാര്യമാണെങ്കിലും ഇത് തന്നെയാണ്. വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി നിലകൊണ്ട വ്യക്തികളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഇത്തരത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാമെന്ന് ഇവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ ആത്മവിശ്വാസം എന്താണെന്നാണ് ഇപ്പൊ ജനം ചോദിക്കുന്നത്. കാരണം ഒരു സ്ഥാനാർത്ഥി നിർണയം പോലും കൃത്യമായി നടത്താൻ കഴിയുന്നില്ല. അതിനുള്ള ആത്മവിശ്വാസം അവർക്കില്ല. ഇപ്പോൾ കോൺഗ്രസും BJP-യും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ പ്രഖ്യാപിക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു കോൺഫിഡൻസിന്റെ കുറവ് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അത് മാത്രമല്ല, 14 ജില്ലയിലും 14 വിമത പാർട്ടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. CPM-നെ സംബന്ധിച്ച് 14 വിമത പാർട്ടികൾ, 14 അല്ല അതിൽ കൂടുതൽ. ഓരോ മണ്ഡലത്തിലും ഇപ്പൊ 140 മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ 140 മണ്ഡലങ്ങളിലും CPM-ന് വിമത സ്ഥാനാർത്ഥികൾ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ വിമത പാർട്ടി രൂപീകരിക്കുകയാണ്. CPM-ൽ നിന്നും പുതിയൊരു പാർട്ടി. അത് CPM-ന്റെ മൂല്യച്യുതി കൃത്യമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സൂചന തന്നെയാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ പല നേതാക്കന്മാരും നോക്കിക്കഴിഞ്ഞാൽ PK ശശിയെ പോലുള്ള നേതാക്കന്മാരെ വെച്ചുകൊണ്ട്, അല്ലെ നേതാവിനെ വെച്ചുകൊണ്ട് മറ്റൊരു പാർട്ടി രൂപീകരിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ചിലരെല്ലാം RSPയിലേക്ക് പോകുന്നു. എന്തിനാണ്? കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ അതേപോലെ തന്നെ, അതായത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ്, കോൺഗ്രസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാൻ കഴിയില്ല, അതുകൊണ്ട് ഞങ്ങൾ RSPയിലേക്ക് പോയിട്ട് കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇഷ്ടപ്പെടാതെ വരികയാണെങ്കിൽ, ഇപ്പോൾ സച്ചിദാനന്ദനൊക്കെ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അത്രയും കഷ്ടപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി എഴുതി പോയ മനുഷ്യർ, പാർട്ടിയുടെ ബുദ്ധിജീവികൾ, ഇവരെല്ലാം പാർട്ടിയെ തള്ളി പറയുന്ന ഒരു സാഹചര്യത്തിൽ പാർട്ടി എങ്ങനെ മുന്നോട്ട് പോകുമെന്നൊരു ചോദ്യമുണ്ട്. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒറ്റ മുഖം കൊണ്ട് ഇനിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം.